ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിൽ ഏകദേശം 364 സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എല്ലാം കൂടി കൂട്ടിയിട്ട്. അപ്പൊ ഏകദേശം 1800 പോസ്റ്റുകളിലേക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിക്കലുകാർക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നമുക്കിപ്പോ ആകെ എത്ര 2700 വന്നിട്ടുള്ളത്. അപ്രൂവ്ഡ് വേക്കൻസീസ് ഓഫ് ജെഇ DMS CMA ആസ് പെർ ലെവൽ പേ ലെവൽ 6 ഫോർ ദ നോട്ടിഫിക്കേഷൻ 2025. Competent authority has approved to issue CEN centralized employment notification for 2570 vacancies and in 35 categories of junior engineer, DMS and CMA. Hi all, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂ സോൺ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് RRB ജെഇയുടെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് വീഡിയോ ആയിട്ടാണ്. അതായത് ഇലക്ട്രിക്കൽ ആർക്ക് എത്ര പോസ്റ്റ് ഉണ്ട്, അതേപോലെ സിവിൽ ആർക്ക് എത്ര പോസ്റ്റ് ഉണ്ട്, മെക്കാനിക്കൽ എത്ര പോസ്റ്റ് ഉണ്ട്. അപ്പൊ ഇലക്ട്രിക്കൽ ആയിരിക്കും ഇതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ടാവുക. അപ്പൊ എന്ത് നമുക്ക് നമ്മുടെ കണ്ടിലോട്ട് വരാം. ഇതിലിപ്പം പറയുകയാണെങ്കിൽ നമുക്ക് ഓവർവ്യൂ ആയിട്ട് നമുക്ക് ഉണ്ടാവുക 2570 വേക്കൻസീസ് ആണ് ഇപ്പം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 35 കാറ്റഗറികളായിട്ട് ജെഇഡും DMSഉം CMAയും കൂടി കൂടിയിട്ടാണ് ഈ ഒരു 2570 വേക്കൻസീസ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പേ ലെവൽ 6 ആണ്. ഇനിയിപ്പോ നമ്മളിപ്പം ഇതിന്റെ ഓൾറെഡി നമ്മളൊരു PDF ഉണ്ട്, അത് നമ്മൾ ഏറ്റവും അവസാനം ഒഫീഷ്യൽ ആയിട്ടുള്ള PDF നമ്മൾ അവിടെ ഷെയർ ചെയ്യുന്നുണ്ടാവും. അതിന് മുന്നേ ജസ്റ്റ് ഒരു പോസ്റ്റ് വൈസ് വേക്കൻസി നമുക്ക് ഒരു ഗ്ലാൻസ് നമുക്ക് നോക്കിയിട്ട് പോവാം. ഇതിലിപ്പം സിവിലിന്റെ കേസിൽ ഈ ഒരു രീതിയിലാണ് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതിൽ നമുക്ക് ഇലക്ട്രിക്കൽ ആർക്ക് ആകെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ജെഇ TM മാത്രമാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ആ ഒരു 90 വേക്കൻസീസ് എന്താ ഇലക്ട്രിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ബാക്കിയുള്ളതൊന്നും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതല്ല. ആകെ ഈ ജെഇ TM മാത്രമാണ്. സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇത് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, സിവിൽ എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് 90 പോസ്റ്റുകൾ ഈ ഒരു പോസ്റ്റുകൾ ഇലക്ട്രിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇനിയിപ്പോ നോക്കുകയാണെന്നുണ്ടെങ്കിലോ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്കാണെന്നുണ്ടെങ്കിൽ ഡിസൈൻ ആൻഡ് ഡ്രോയിങ്ങിൽ 77, EMU 14, ജനറൽ സർവീസ് 112, ഇലക്ട്രിക്കൽ ജെഇ 45, TRD 95, TRS 117, ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ് 250. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 483 വേക്കൻസീസ് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. പക്ഷെ 483 മാത്രമാണോ ഉള്ളത്? അല്ല, 483 അല്ല, ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പോ നമ്മള് ഇലക്ട്രിക്കൽ ആർക്ക് എന്താ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലെ? നിങ്ങൾ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ, ബിടെക് ഇലക്ട്രിക്കൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോസ്റ്റ് പ്രിഫറൻസ് ഒക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മെക്കാനിക്കലിലേക്ക് അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ മുന്നത്തെ നിങ്ങളെ സീനിയേഴ്സിനോടൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അവർ ഇലക്ട്രിക്കൽ ആണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവും, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, റെയിൽവേയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതാണ്. അപ്പൊ മെക്കാനിക്കലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലോ ജനറൽ 166, ഡിസൈൻ ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ 55, മെക്കാനിക്കൽ 21, പവർ 291, കാരേജ് ആൻഡ് വാഗൺ 119, ഡീസൽ ഇലക്ട്രിക്കൽ 63. അത് മാറിയിട്ടുണ്ടോ? ഡീസൽ മെക്കാനിക്കൽ 55, ഡീസൽ ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ് 5, ഡീസൽ മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് 119, മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് 10, വെൽഡർ മിൽറൈറ്റ് 9. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി കഴിഞ്ഞാൽ ഏകദേശം 917 പോസ്റ്റുകളിലേക്ക് എന്ത് ചെയ്യാം ഇലക്ട്രിക്കൽ ആർക്ക് അപ്ലൈ വേണ്ടി പറ്റും. ഇതും ഇലക്ട്രിക്കൽ ആർക്ക് വേണ്ടി അപ്ലൈ വേണ്ടി പറ്റുന്ന തന്നെയാണ്. അതുപോലെ മെക്കാനിക്കൽ ആർക്ക് ഇലക്ട്രിക്കൽ ആർക്കിലേക്ക് അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പം ഇതും എന്താ ഇലക്ട്രിക്കൽ ആർക്ക് അപ്ലൈ വേണ്ടി പറ്റുന്ന തന്നെയാണ് 917. ഇനിയിപ്പോ നമ്മള് സിഗ്നൽ ടെലികമ്മ്യൂണിക്കേഷൻ എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇതെന്താ ഇലക്ട്രിക്കൽ ആർക്ക് അപ്ലൈ വേണ്ടി പറ്റും. 195 ഇലക്ട്രിക്കൽ ആർക്ക് അപ്ലൈ വേണ്ടി പറ്റും. 66 ഇലക്ട്രിക്കൽ ആർക്ക് അപ്ലൈ വേണ്ടി പറ്റും. വർക്ക്ഷോപ്പ് അപ്ലൈ വേണ്ടി പറ്റും. ജെഇ റിസർച്ച് ഇൻസ്ട്രുമെന്റേഷൻ അപ്ലൈ വേണ്ടി പറ്റും. CMA അപ്ലൈ വേണ്ടി പറ്റില്ല. DMSഉം അപ്ലൈ വേണ്ടി പറ്റില്ല. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഒരു ഇലക്ട്രിക്കലാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ എത്ര പേരാ ഇലക്ട്രിക്കലിന് ആരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ടോട്ടൽ 453 വേക്കൻസീസ് ഉണ്ട്. പിന്നെ അതിന്റെ കൂടെ ട്രാക്ക് മെഷീൻ 90 ഉണ്ട്, മെക്കാനിക്കലിന്റെ 917 ഉണ്ട്, പിന്നെ ഈ ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിൽ ഏകദേശം 364 സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എല്ലാം കൂടി കൂട്ടിയിട്ട്. അപ്പൊ ഏകദേശം 1800 പോസ്റ്റുകളിലേക്ക് എന്ത് ചെയ്യാം ഇലക്ട്രിക്കലുകാർക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നമുക്കിപ്പോ ആകെ എത്ര 2700 വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിലും അത് 1800 എന്ത് ചെയ്യാം നമുക്ക് അവിടെ ഇലക്ട്രിക്കൽ ആർക്ക് അപ്ലൈ വേണ്ടി പറ്റുന്നതാണ് ഇപ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ ഏറ്റവും വലിയൊരു പ്രത്യേകത. ആകെ സിവിൽ പ്ലസ് CMA DMS എല്ലാം കൂടി കൂട്ടി കഴിഞ്ഞാൽ ഒരു 900ന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ 1800 എന്താ ഇലക്ട്രിക്കലി മെക്കാനിക്കലി ഇലക്ട്രോണിക്സ് എല്ലാവർക്കും കൂടി അപ്ലൈ വേണ്ടി പറ്റിയ ടൈപ്പാണ്. ഓക്കെ, അപ്പം ഇതാണ് എന്ത് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതായത് മൂന്നിൽ രണ്ട് ഭാഗവും ഇലക്ട്രിക്കൽ ആർക്ക് അപ്ലൈ വേണ്ടി പറ്റുന്ന വേക്കൻസീസ് ആണ് ഇപ്രാവശ്യത്തെ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മളിപ്പം സോൺ വൈസ് നോക്കുകയാണെങ്കിൽ നോർത്തേൺ റെയിൽവേയുടെ അണ്ടറിൽ 373, വെസ്റ്റേൺ റെയിൽവേയുടെ അണ്ടറിൽ 219, സൗത്ത് സെൻട്രൽ 224, ഈസ്റ്റേൺ 169, സദേൺ 157. സദേൺ ഡേയ്സിൽ ഒന്നുകൂടി ചെക്ക് ആയിട്ട് പറയും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിൽ എന്ത് മിസ്റ്റേക്ക് ഉണ്ടോ നോക്കാം. സൗത്ത് ഈസ്റ്റ് 119, ഈസ്റ്റ് സെൻട്രൽ 112,
ഇന്റഗ്രൽ കോച്ച് ഫാക്ടർ 108. ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് അവരവിടെ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ആ ഒരു PDF കൂടി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡ്. ഇതാണ് നമ്മളുടെ ലേറ്റ് നൈറ്റിൽ, അതായത് ഇന്ന് 18/9/2025 ലേറ്റ് നൈറ്റിൽ പുറപ്പെടുവിച്ച ഒരു ഡ്രാഫ്റ്റ്. അതായത് ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്രൂവ്ഡ് വേക്കൻസീസ് ഓഫ് JE DMS CMA ആസ് പെർ ലെവൽ പേ ലെവൽ 6 ഫോർ ദ നോട്ടിഫിക്കേഷൻ 2025. റെഫറൻസ് ആയിട്ട് റെയിൽവേ ബോർഡിന്റെ ലെറ്റർ നമ്പറും പറഞ്ഞിട്ടുണ്ട്. എന്താ ഇതിൽ പറഞ്ഞത്? ആക്ച്വലി നമ്മളൊരു നോട്ടിഫിക്കേഷൻ ഇറക്കുന്നതിന് മുന്നേ അതിന് മുന്നത്തെ ഒരു സ്റ്റെപ്പാണ് എത്ര വേക്കൻസി ഉണ്ടെന്നുള്ള കാര്യം അസസ്മെന്റ് നടത്തുക എന്നുള്ളത്. അത് നമ്മുടെ OIRMS പോർട്ടൽ വഴി അവിടെ എന്താ അസസ്മെന്റ് അവിടെ നടത്തുന്നുണ്ടാവും. ആ ഒരു അസസ്മെന്റ് നടത്തിയതിന് ശേഷം ഇവരെന്ത് ചെയ്തു? റെയിൽവേ ബോർഡ് എന്ത് ചെയ്തു? ഇത്രയും വേക്കൻസീസ് എന്താ അവിടെ അപ്രൂവൽ കൊടുത്തു. ഓക്കെ, ദ കോമ്പിറ്റന്റ് അതോറിറ്റി ഹാസ് അപ്രൂവ് ടു ഇഷ്യൂ CEN സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടിഫിക്കേഷൻ ഫോർ 2570 vacancies and in 35 categories of junior engineer, DMS and CMA. എല്ലാം എന്താ പേ ലെവൽ 6 ആണ്. അപ്പൊ അതില് പറഞ്ഞിരിക്കുന്ന എന്താ വേക്കൻസീസ് ആണ്, അപ്രൂവൽ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, അതേപോലെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, ആ ഒരു രീതിയിലുള്ള ടോട്ടൽ 2570 എന്നുള്ള രീതിയിലാണ് അവരവിടെ പറഞ്ഞിട്ടുള്ളത് അപ്രൂവൽ വേക്കൻസീസ്. 2570. അപ്പൊ ഇതെന്താ ഒഫീഷ്യൽ തന്നെയാണ്. ഇത് എന്താ പറയണ്ടേ, ഇന്റേണൽ ആയിട്ട് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു നോട്ടീസ് ആണ്. അല്ലാതെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ കാണാൻ ചാൻസ് വളരെ കുറവാണ്. ഇൻ കേസ് വരും, അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ ഒരു ഡ്രാഫ്റ്റ് നോട്ടീസ് ആണ് ഇതിനെ പറയുന്നുണ്ടാവുക. അപ്പൊ ഡ്രാഫ്റ്റ് നോട്ടീസ് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഏകദേശം ഒരു മാസം ആവുമ്പോഴത്തേക്ക് തന്നെ അവിടെ ഷോർട്ട് നോട്ടീസ് അവിടെ പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഷോർട്ട് നോട്ടീസ് അവിടെ പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. ആ ഒരു ഷോർട്ട് നോട്ടീസിൽ എന്താ ഉണ്ടാവുക നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് അത് നമ്മുടെ പേപ്പറിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ ഇന്ന ദിവസമായിരിക്കും ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അതേപോലെ അതിൽ എന്തായിരിക്കും ഏജ് ഉണ്ടാവും, എത്ര വേക്കൻസി ഉണ്ടാവും, പേ ലെവൽ ഉണ്ടാവും, പിന്നെ എല്ലാ ഏതൊക്കെ RRBs പങ്കെടുക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും താഴെ താഴെ. അതിനാണ് നമ്മൾ ഷോർട്ട് നോട്ടീസ് എന്ന് പറയുന്നുണ്ടാവുക. അപ്പൊ അതിൽ കൃത്യമായിട്ട് പറയണം എപ്പോഴായിരിക്കും നമ്മൾ ആപ്ലിക്കേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മളെ കണക്കൂട്ടൽ പ്രകാരം ഒക്ടോബർ സെക്കൻഡ് വീക്ക് അല്ലെങ്കിൽ തേർഡ് വീക്ക് എന്താ ഷോർട്ട് നോട്ടീസ് പറഞ്ഞിട്ടുണ്ടാവും. ഒക്ടോബർ ലാസ്റ്റ് വീക്ക് എന്താ ഇതിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ആ ഒരു വിൻഡോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തന്നെ ഒരു വേക്കൻസി അവിടെ ആവശ്യമുള്ളൂ, അല്ലെ? ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു വേക്കൻസി മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇലക്ട്രിക്കൽ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. നിങ്ങളുടെ സൈഡിൽ നിന്ന് അവിടെ മാക്സിമം എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിന്റെ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.